എന്നാൽ കേസ് നമുക്ക് ബാക്കി വിശേഷം കേട്ടാലോ. അപ്പോൾ അങ്ങനെ കോളേജെല്ലാം ഫുൾ പെരങ്ങി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇവരെ കിട്ടുന്നത്. ആൻഡ് പിന്നെ അങ്ങോട്ട് ഞങ്ങൾ വേറെ ലെവലിന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രണ്ടിലുണ്ടാവും. വേറെ ആരും ഉണ്ടാവില്ല എന്നല്ല, എന്നാലും ഞങ്ങൾ ഫ്രണ്ടിലുണ്ടാവും. ഇപ്പം ഞങ്ങളൊരു ഉടായ്പ കാണിച്ച് 4 ആളെ പൊക്കി വെച്ചാൽ എന്നാലും പറയാം ഞങ്ങൾ 5 ആളെ പൊക്കിയെന്നേ ഉള്ളൂ. അത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ 5 ആളാന്ന് പറഞ്ഞാൽ ഒരു 10 ആൾക്ക് അറിയാം. ആ രീതിയിലൊരു ഗ്യാങ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളതായ വൈബിൽ ഫുൾ കോളേജ് അടിച്ച് പൊളിച്ച് നടന്നു. ഇതാ ഞങ്ങളെ കോളേജ് ലൈഫിലെ കഥ. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർ സോ ഇമ്പോർട്ടൻ്റ്. അതാ ഇത്ര തിരക്കിട്ട് ഇവരെ കാണാൻ വന്നത്. ശ്രീനു എമ്മറല്ലോ കുറേ കാലത്തിന് ശേഷം കാണുന്നത്. അപ്പം ആ വിശേഷം എടുക്കട്ടെ. ഇനി ഞാൻ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ പോയി ഞങ്ങൾ പയ്യാമ്പലത്തോട്ടെല്ലാം നടന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കുക. അപ്പോഴേക്ക് ഉച്ചയായല്ലോ. മദ്യമെല്ലാം അടിച്ച് അപ്പോഴേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ത്രീക്ക് പോകേണ്ട സമയം. എനിക്ക് പിന്നെ ഞങ്ങൾ പിന്നെ അതും പറഞ്ഞിട്ട് കുറേ സങ്കടപ്പെട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മാളിലിരുന്ന് കുറച്ച് നുണയും കഥയെല്ലാം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചായിട്ട് ഞങ്ങൾ വെച്ച് പിന്നെയും എന്തായിരിക്കുന്നു കോക്ടെയിൽ കുടിക്കാമെന്ന്. കണ്ണൂർ പോയിട്ട് കോക്ടെയിൽ കുടിച്ചിട്ടില്ല എന്നല്ലേ. അങ്ങനെ ഞങ്ങൾ പോയി കോക്ടെയിലും കുടിച്ച് കോക്ടെയിലെല്ലാം കുടിച്ച് കഴിയുമ്പോഴേക്ക് എനിക്ക് തിരിച്ച് പോകേണ്ട ട്രെയിനിൻ്റെ സമയമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം റെയിൽവേ സ്റ്റേഷനിൽ പോയി നന്ദനയും ഇവരെല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.